ഇന്ന് ഏതായാലും ഏട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയേക്കുന്നത്. കേസ് ഫയൽ അനുസരിച്ച് ഈ ഒരു കോട്ടയ്ക്ക് ചുറ്റുമാണല്ലോ എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു കോട്ടയെ പറ്റി അന്വേഷിക്കാനായിട്ട് അധികം ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? അതുമാത്രമല്ല, ഇതിനു മുന്നേ വന്നിട്ടുള്ള എല്ലാ പോലീസുകാരും പകുതി വെച്ച് കാണാതായി, അവർക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ താല്പര്യമില്ല, അതേപോലെ അവർ ഭയന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ വന്നേക്കുന്നത്. എന്നാൽ എൻ്റെ അവസാനത്തെ മിഷനാണ് ഈ ഒരു കേസെങ്കിൽ പോലും ഈ 2 വർഷത്തിനിടെ നടന്നിട്ടുള്ള 48 കൊലപാതകങ്ങളും ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും. അതിനി ഇവിടെ പറയുന്നത് പോലെ ഇനി എൻ്റെ ജീവന് ഭീഷണിയുള്ള കേസാണെങ്കിൽ പോലും ഇതിനുള്ളത് ഞാൻ എന്തായിരുന്നാലും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇനി പിന്നിലേക്ക് പോകും. കാരണം ഇനി ഒരു ജീവൻ ആ ഒരു കോട്ടയ്ക്ക് ചുറ്റും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവസാനത്തത് എൻ്റേതാണെങ്കിൽ തന്നെ ഞാൻ അതിൽ സമാധാനിക്കും. എന്നാൽ ഇനി മറ്റൊരു പാവപ്പെട്ട ആളുടെ ജീവൻ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഏട്ടാ, ഫുഡ് എടുത്ത് വെച്ചേക്കുന്നു, കഴിക്കാമോ? എനിക്കിപ്പോൾ വേണ്ട മോളെ, നീ കഴിച്ചോ. ഏട്ടന് വേണ്ടി ഇഷ്ടപ്പെട്ട ഫുഡാണ് കഴിക്കാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇല്ല മോളെ, മോള് കഴിച്ചോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് കഴിക്കാം. ശരി ഏട്ടാ, സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി മോളെ, കഴിവതും നേരത്തെ തന്നെ വരാം. കഴിവതും എനിക്ക് എത്രയും വേഗം തന്നെ അവിടെ എത്തിയേ പറ്റും. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കേസിനെ ഓർത്ത് ഇത്രയും ടെൻസ്ഡ് ആവുന്നതെന്നും അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു രാജ്യങ്ങളെപ്പറ്റി അറിയണം. അത് ഭരിച്ചിരുന്ന 2 രാജാക്കന്മാരെ കുറിച്ച് അറിയണം. പണ്ട് വാമനപുരിയും അതുപോലെ ദ്വാരകപുരിയും എന്ന പേരുള്ള 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 2 രാജ്യത്തിലെയും രാജാക്കന്മാർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇരു രാജ്യങ്ങളും നല്ല സൗഹൃദത്തിലാണ് മുന്നോട്ട് പോയിരുന്നത്. അവിടെ നല്ല ശാന്തിയും സമാധാനവും നിറഞ്ഞിരുന്ന രാജ്യങ്ങളായിരുന്നു. രാജാക്കന്മാർ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് വേട്ടയ്ക്ക് പതിവായി പോയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അവർ വനത്തിലേക്ക് വേട്ടയ്ക്ക് പോകവേ അവർ ഒരു ഗുഹ കണ്ടെത്തി. ആ ഗുഹയിൽ പ്രവേശിച്ച അവർക്ക് ഗുഹയിൽ നിന്നും ഒരു വജ്രം കിട്ടി. ആ വജ്രം കണ്ടുപിടിച്ചത് വാമനപുരി രാജാവാണെന്ന് വാമനപുരി രാജാവ് തർക്കിച്ചു. അപ്പോൾ തന്നെ ദ്വാരകപുരി രാജാവും തിരിച്ചു പറഞ്ഞു, ഇല്ല, ഇത് കണ്ടുപിടിച്ചത് താനാണെന്ന്. ഇതിന് ശരിയായ അവകാശി താനാണെന്ന് ദ്വാരകപുരി രാജാവും പറഞ്ഞു. അങ്ങനെ ആ വജ്രത്തെ പറ്റി വിട്ടുകൊടുക്കാതെ ഇരുവരും വാക്കുതർക്കത്തിലൂടെ കലാശിച്ചു. ഈ ഒരു തർക്കം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയ 2 രാജാക്കന്മാരും അവസാനം അവർ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് വിചാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ അവർ ഇരുവരും എടുത്ത തീരുമാനം ഇതായിരുന്നു: വജ്രം കുറച്ചുനാൾ വാമനപുരം രാജാവിൻ്റെ കയ്യിലാണ് വച്ചിരിക്കുന്നത് എങ്കിൽ അടുത്ത കുറച്ചു കാലത്തേന് അത് ദ്വാരകപുരി രാജാവിൻ്റെ കയ്യിലായിരിക്കണം എന്നതായിരുന്നു അവരെടുത്ത ഉടമ്പടി. അതാണ് ഇരുവർക്കും നല്ലതെന്നും അതാകുമ്പോൾ വജ്രത്തിന് ഇരുവരും പങ്കാളിയായിരിക്കും എന്ന് അവർ ഈ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ആ ഒരു വാക്ക് പാലിക്കാൻ തീരുമാനിച്ച 2 രാജാക്കന്മാരും ആ ഒരു ഉടമ്പടിയോടെ തന്നെ മുന്നോട്ട് പോയി. നാളുകൾ കടന്നുപോയി. ഇങ്ങനെയിരിക്കെ ഒരു നാൾ വാമനപുരി രാജാവിൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ആ ഒരു വജ്രത്തോട് അടങ്ങാത്ത മോഹം വന്നു. അയാൾ ആ വജ്രത്തെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന് ആഗ്രഹിച്ചു. അയാൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയ സമയത്ത് വജ്രം കൈവശം വച്ചിരുന്നത് ദ്വാരകപുരി രാജാവായിരുന്നു. ഇരു രാജ്യങ്ങളും സൗഹൃദ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ വാമനപുരിയിലെ ജനങ്ങൾക്കും ദ്വാരകപുരിയിലെ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രവേശനം ഉപയോഗിച്ചുകൊണ്ട് വാമനപുരിയിലെ ആ ഒരു അംഗം രാജാവിനെ കബളിപ്പിച്ച് രാജാവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു വജ്രം തട്ടിയെടുത്ത് അവിടെ നിന്ന് കടന്നു കളയുന്നു. ആ ഒരു വജ്രം ദ്വാരകപുരി രാജാവിൻ്റെ കയ്യിൽ നിന്ന് വജ്രം കാണാതെ പോയത് ഇരു രാജ്യത്തിലും വലിയ രീതിയിലുള്ള കലാശങ്ങളിൽ ഏർപ്പെടുത്തി. സാഹോദര്യമായി തീരുമാനമെടുത്ത ആ 2 സുഹൃത്തുക്കൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ കൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് അധികകാലം നീണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അതുവരെ സമാധാനമായി പോയിരുന്ന രാജ്യങ്ങൾ രണ്ടും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും
കലാശിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ സമ്പത്തും സമൃദ്ധിയും അവിടെ ഇല്ലാതായി. അങ്ങനെ ഇരിക്കവെയാണ് ദ്വാരകപുരിയിലെ ആ ഒരു വിഷമകരമായ വാർത്ത എത്തുന്നത്. വാമനപുരി രാജാവ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. കാരണം എന്താണ് എന്നുള്ളത് സൂചനാരഹിതമാണെങ്കിലും കൊലപാതകം നടത്തിയിരിക്കുന്നത് തികച്ചും അജ്ഞാതമായിരുന്നു. തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച സുഹൃത്തിൻ്റെ മരണം അറിഞ്ഞ ദ്വാരകപുരി രാജാവും ചങ്കുപൊട്ടി മരിച്ചു. അങ്ങനെ ഇരു രാജ്യത്തിലെയും രാജാക്കന്മാർ നഷ്ടപ്പെട്ട ജനങ്ങൾ വഴിയിലായി. രാജ്യങ്ങൾ മൊത്തവും കലാശിക്കപ്പെട്ടു. രാജ്യത്തിൽ അധികാരത്തിന് വേണ്ടി വഴക്കുകൾ നടന്നു. സമ്പത്തും സമൃദ്ധിയും എല്ലാം നഷ്ടപ്പെട്ട് കോട്ടകളെല്ലാം രണ്ടായി. രാജ്യം തന്നെ നശിച്ചു തുടങ്ങി. അപ്പോഴാണ് വാമനപുരിയിലെ ഒരു കുലത്തിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ അവിടെ നിന്ന് കാണാനില്ല എന്നൊരു വാർത്ത കേൾക്കുന്നത്. എന്നാൽ ആ വാർത്ത കേട്ടതിന് ഒപ്പം തന്നെ ആ ഒരു രാജ്യം തന്നെ മുഴുവനായി അവസാനിച്ചിരുന്നു. ദ്വാരകപുരിയിൽ ഒരു കോട്ട മാത്രം അവശേഷിച്ചു. വാമനപുരം എന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഇതിനെല്ലാത്തിനും കാരണം ആ ശാപം നിറഞ്ഞ ആ ഒരു വജ്രം ആരോ കൈക്കലാക്കി എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു വജ്രം കൈക്കലാക്കിയത് ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ അന്ന് ആ കളവ് നടത്തിയ ആൾ തിരിച്ച് ദ്വാരകപുരിയിൽ തന്നെയാണ് ആ ഒരു വജ്രം ഒളിപ്പിച്ചു വെച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. ആ ഒരു കോട്ടയിലെ നിഗൂഢതകൾ അന്വേഷിക്കാനായിട്ട് വന്നിട്ടുള്ള മുന്നേയുള്ള പോലീസ് ഓഫീസറുകൾക്കും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആ ഒരു വജ്രം ഒരുപാട് രീതിയിൽ കൊള്ളയടിക്കാൻ നോക്കിയ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എന്താ സംഭവിച്ചതെന്നൊന്നും ആർക്കും ഒരു എത്തും പിടിയുമില്ല. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവിടെ പ്രേതബാധ ഉണ്ടെന്നും അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നും അവിടെ എന്തൊക്കെയോ നിഗൂഢതകൾ മറിഞ്ഞു കിടപ്പുണ്ടും എന്നൊക്കെയാണ്. എന്തായാലും ആ ഒരു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിച്ചേ മതിയാവും. അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ഒരു ഓഫീസറാണ് ഞാൻ. പുറത്തുനിന്ന് കാണാൻ തന്നെ ഇത്രയും ഭയാനകരമായിരിക്കുന്നു. അപ്പോൾ ഇനി അകത്ത് എന്താണോ എന്തോ. എന്നെ രക്ഷിക്കണേ. ആരാണെന്നൊന്നും അറിയില്ല. എന്നെ എങ്ങനെയല്ല ഇവിടെ നിന്ന് രക്ഷിക്കണോ? അല്ല, എന്താ പറ്റിയത്? എന്തിനാ തന്നെ രക്ഷിക്കേണ്ടത്? എടോ, താനവിടെ നിൽക്കടോ. താൻ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? എടോ നിക്ക്, താൻ എങ്ങോട്ടായി പോകുന്നതെന്ന്? ആരുടെ അടുത്തുനിന്നാ തന്നെ രക്ഷിക്കേണ്ടത്? തനിക്ക് എന്താ പറ്റിയത്? ഇവിടെ വരെ വന്ന ആൾ എങ്ങോട്ടാ പോയത്? ഇതാ ഓടിപ്പോയ ആളുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ഇടത്തു നിന്നും വലത്തു നിന്നും ഒരുപോലെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എടോ, താൻ പേടിക്കണ്ട, ഞാനൊരു പോലീസുകാരനാണ്. ഇയാൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നോളൂ, ഞാൻ ഇയാളെ സഹായിക്കാം. എൻ്റെ കാറിന് ഫോണല്ലേ കേൾക്കുന്നത്? ആരാ അത്? എൻ്റെ ദൈവമേ, എന്താണിത്? വണ്ടിയിലേക്ക് ചുറ്റും ആരെയും കാണുന്നില്ല, വണ്ടിക്കകത്തും ആളെ കാണുന്നില്ല. എങ്ങനെയാണ് ഈ വണ്ടി താനെ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഹോണടി കേൾക്കുന്നത്? എങ്ങനെയാ വണ്ടി താനെ സ്റ്റാർട്ടായി നിൽക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, വണ്ടിയുടെ മുന്നിൽ നിന്ന് പുക വരികയാണല്ലോ. എന്താണ് വണ്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ വണ്ടി എങ്ങനെയാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്? എന്താണ് എൻ്റെ വണ്ടിക്ക് സംഭവിച്ചത്? ഇതിനാരാണ് കാരണമെങ്കിലും ഉറപ്പായിട്ട് ഞാൻ അവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. എന്നകത്തോട്ട് വാടാ, സമാധാനം പറയിപ്പിക്കും. ശരി, ഞാൻ ദാ വരുന്നു. നീ ആരായാലും ഞാൻ നിന്നെ വെറുതെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ശബ്ദം കൊണ്ട് മാത്രം ഭയപ്പെടുത്താൻ നോക്കാതെ ധൈര്യമുണ്ടെങ്കിൽ മുന്നിലേക്ക് വാ.